ഹായ് ഗായ്സ്, നിങ്ങളെല്ലാവർക്കും Iruchakra ലോകത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 200 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഞാൻ സയ്യദ് ഭായിനെ കാണാൻ വേണ്ടി പോകാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിൽ പുള്ളി ഔട്ട് ഓഫ് സ്റ്റേഷൻ പോയി. അപ്പോൾ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഇനി ഒരു 2 ദിവസത്തിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങളെ മുമ്പായിട്ട് നമ്മൾ 200 സബ്സ്ക്രൈബർ സ്പെഷ്യൽ സയ്യദ് ഭായിൻ്റെ ഗരാജിൽ പോയിട്ട് നമ്മൾ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് നിങ്ങളെല്ലാവരും ഇപ്പോൾ ചോദിച്ചു, ഒരു വീഡിയോ എന്താ ചെയ്യാത്തത്. നമ്മൾ അവിടെ പുള്ളിയുടെ ഗരാജിലേക്ക് പോകാനുള്ളൊരു സൗകര്യം ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരുന്നില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ എഴുതുന്ന സമയത്താണ് ഇങ്ങനൊരു സംഗതി ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പം നമ്മളെ വണ്ടിയുടെ മഡ് ഗാർഡ്, എസ്പെഷ്യലി കരിസ്മ മാത്രമല്ല പഴയ വണ്ടികളെല്ലാം അതിൻ്റെ മഡ് ഗാർഡിൻ്റെ ഡീകളറേഷൻ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പണ്ടത്തെ ഫസ്റ്റ് നമ്മൾ വണ്ടി വാങ്ങിക്കഴിഞ്ഞാലുള്ള ഷൈനിങ്ങും ആ ഒരു ബ്ലാക്ക് കളറും പോകാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളെപ്പറ്റി ഞാൻ പറയാൻ പോവുകയാണ്. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ മോട്ടോമാക്സിൻ്റെ ഷൈനറാണ്. ഇത് ഞാൻ 2018 വാങ്ങിച്ച സാധനമാണ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, ഒരു 3 വർഷം ഏകദേശമായി. പക്ഷേ വളരെ നല്ല എഫക്റ്റും വളരെ നല്ല ഡീപ്പ് ബ്ലാക്ക്സ് ആയാലും എങ്ങനെയുള്ള ബ്ലാക്ക്സ് ആയാലും നിങ്ങളെ മിറർ ആണെങ്കിൽ ശരി, മഡ് ഗാർഡ് ആണെങ്കിൽ ശരി, അതിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ബ്ലാക്ക് കളറിന് നല്ലൊരു ഷൈനറാണ് എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ ടാങ്കിൻ്റെ മുകളിലുള്ള ആ ഒരു ഫോക്സ് ലെതറുള്ള സാധനം, അതിനെയും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രൊഡക്റ്റാണിത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൈക്രോ ഫൈബർ, അത് GSM 500 ആണ്. അത് നമ്മൾ സാധാരണ മൈക്രോ ഫൈബറുള്ള ഈ ഒരു മൈക്രോ ഫൈബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ ആ സർഫസിന് മുകളിലുള്ള പൊടിയും സ്ക്രാച്ചസൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തുറക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്പോഞ്ച്, ഇത് നമ്മൾ ഈ വാക്സ് പോളിഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടുന്ന ഒരു സ്പോഞ്ചാണിത്. അപ്പോൾ ഈ സ്പോഞ്ചാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വണ്ടിയുടെ മഡ് ഗാർഡിൻ്റെ സൈഡിലുള്ള ഏരിയ ഒന്ന് തുടച്ച് വൃത്തിയാക്കാം. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നല്ല അത്യാവശ്യം ബ്ലാക്ക് കളർ തന്നെയുണ്ട്. ഇത് ഫസ്റ്റ് ടൈം ഞാൻ കണ്ടപ്പോൾ വളരെ ഡള്ളായിട്ടുള്ളൊരു മഡ് ഗാർഡായിരുന്നു ഇത്. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ വാഷ് ചെയ്ത് അതുപോലെ തന്നെ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ ഈ ഒരു മോട്ടോമാക്സ് ഷൈനർ ഉപയോഗിച്ചു. ഇതിൻ്റെ നമ്മുടെ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ആഴ്ച വരെയും നിങ്ങൾ അത്യാവശ്യം വെയിലും പൊടിയൊന്നും ഇല്ലാന്ന് കഴിഞ്ഞാൽ 2 to 3 ആഴ്ച വരെ എനിക്ക് ഈ ഒരു ഷൈനിങ് നിൽക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതിങ്ങനെ സ്പ്രേ ചെയ്യാം. നമുക്ക് എവിടെയൊക്കെയാണോ ഇത് അപ്ലൈ ചെയ്യാനുള്ളത് അവിടെയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് എടുത്തിട്ട് നമുക്ക് പറ്റുന്ന ഒരു സ്ഥലത്തൊക്കെ തുടക്കാം. അപ്പോൾ തുടച്ച് ഈവനായി നല്ല ഇതായതിനു ശേഷം നമുക്ക് ഈ ഒരു റിസൾട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഷൈനർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ പോയാൽ തന്നെ ഓട്ടോമോട്ടീവ് ഷോപ്സിൽ ഈ ഒരു ഷൈനർ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണ്. പിന്നെ ഇത് പിഡ്ലൈറ്റിൻ്റെ സാധനമാണ്, അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. അതിൻ്റെ അകത്തുള്ള കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നല്ല ജെന്യൂൻ ആയിരിക്കും. നമുക്ക് വേറെ ഒന്നും തൽക്കാലം ഇതുവരെയായിട്ട് ഒരു ഹാംഫുൾ സംഭവിച്ചിട്ടില്ല. ഒറ്റൊരു കാര്യമുള്ളൂ, സീറ്റിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഇത് വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സ്ലിപ്പറി ആയിരിക്കും. അതുപോലെ തന്നെ ഈ പിടിക്കുന്ന ബ്രേക്കും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുമ്പം കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ കാണാവുന്നതാണ്. അവിടെയും പോയിട്ട് നമ്മളെ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മളെ ഓരോ ഫോട്ടോസും ചിലപ്പം ബിഹൈൻഡ് ദ സീൻസ് ആയാലും ശരി, അതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ സയ്യദ് ഭായിനെ നേരിട്ട് വിളിക്കാം, വാട്സാപ്പ് ചെയ്യാം, എന്തുകൊണ്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് നിങ്ങൾക്ക് നമ്മളായിട്ട് സംസാരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇനി അങ്ങോട്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട്. നോട്ട് ഓൺലി കരിസ്മ, ബാക്കിയുള്ള ബൈക്സിന് വേണ്ടിയിട്ടായാലും ശരി. നിങ്ങൾ ഈ ഒരു ഇമ്മൻസ് സപ്പോർട്ട് ഞാൻ വീണ്ടും 1000 നന്ദി പറയുകയാണ്. ഞാൻ സയ്യദ് ഭായിൻ്റെ അടുത്ത് പോയിട്ട് ഇതിനെപ്പറ്റി ഒരു സ്പെഷ്യൽ വീഡിയോ എന്തായാലും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം അതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. Nice.